Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവരും കഴിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നോക്കിയത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. വായിച്ചു നോക്കിയാ? ഓക്കെ, ചോദ്യം ചോദിക്കാൻ പോണേന് ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന. ആ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആ പിക്ചറിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടാ. നസീഫ എന്ന് പറഞ്ഞേ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആ പിക്ചർ ഒന്ന് വിവരിച്ചു തന്നെ മിസ്സിന്. മാം, ഞാൻ ലീവ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞേ. ശ്രീലക്ഷ്മി പറഞ്ഞ മോളെ. മിസ്, ഫസ്റ്റ് ലെവല് നാഷണൽ ലെവലാണ്. അതിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അത് ആരോഗ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എടുക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ സുപ്പീരിയറിലായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ്. പിന്നെ നെക്സ്റ്റ് ലെവലാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അത് സ്റ്റേറ്റ് ലെവലിലും യൂണിയൻ ടെറിട്ടറീസിലുമുള്ള ഈ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്സുകൾക്കൊക്കെ നിർദ്ദേശങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത് നാഷണൽ ലെവലാണ്. പിന്നെ നെക്സ്റ്റ് ലെവലാണ് ഡിസ്ട്രിക്ട് ലെവല്. ഡിസ്ട്രിക്ട് ലെവൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൂറൽ ഏരിയാസും പിന്നെ ഒന്ന് അർബൺ ഏരിയാസും. റൂറൽ ഏരിയാസിൽ വരുന്നത് CHC, PHC പിന്നെ സബ് സെന്റർ ആണ്. പിന്നെ അർബൺ ഏരിയാസിൽ വരുന്നത് ഹോസ്പിറ്റലും ഡിസ്പെൻസറീസും. ഇനി ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, 2 ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഖി എന്ന് പറഞ്ഞേ. രാഖി പറഞ്ഞോ. ഫങ്ഷൻസ് ആണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസും എക്സ്ട്രാമ്യൂറലും. ഇൻട്രാമ്യൂറൽ റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻ. ഇൻട്രാമ്യൂറൽ പറഞ്ഞാൽ എന്താ? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന് ഉള്ളിലുള്ള ഫങ്ഷൻസ്. എക്സ്ട്രാമ്യൂറൽ പറഞ്ഞ ഹോസ്പിറ്റലിന് പുറത്തുള്ളത്. ഇൻട്രാമ്യൂറൽ വരുന്നത് ഡയഗ്നോസ്റ്റിക്, മെഡിക്കൽ, സർജിക്കൽ, റയർ രോഗങ്ങൾക്കുള്ള ചികിത്സ. പോയിന്റുകൾ മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ ഇടയിലുള്ള ക്യൂറേറ്റീവ്, റിഹാബിലിറ്റേഷൻ, പുനരധിവാസം. പിന്നെ പ്രിവെന്റീവ്, സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. പിന്നെ വാക്സിനേഷൻ,
പ്രിവെന്റീവ് കഴിഞ്ഞ പോയിന്റുകൾ പറഞ്ഞാൽ നമ്മള് അതൊക്കെ point ആ. പ്രിവെന്റീവ് പ്രഗ്നൻസീസ്, ചൈൽഡ് ബർത്ത്, ആ, പിന്നെ വാക്സിൻ നൽകുന്നു, ഉം. പകർച്ചവ്യാധികൾ തടയാൻ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു, ആ, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആ, പിന്നെ ജോലി നൽകുന്നു, ഓക്യുപ്പേഷൻ, ഉം. എഡ്യൂക്കേഷൻ ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ? മെഡിക്കൽ സ്റ്റുഡന്റ്, മെഡിക്കൽ സ്റ്റാഫ്, ആ, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഉം. നഴ്സ് ആൻഡ് മിഡ്വൈസ്, ആ, ഓക്കെ മോളെ. പിന്നെ മെഡിക്കൽ സോഷ്യൽ വർക്ക്. ഓക്കെ. ഇനി എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ. സൂര്യ എന്ന് പറഞ്ഞേ. സൂര്യ വിനോദ്. സൂര്യ വിനോദ് എന്ന് പറഞ്ഞേ. എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ. സന്ധ്യ എന്ന് പറഞ്ഞേ. സന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞേ. സൂര്യ വിനോദ് എന്ന് പറഞ്ഞേ. സൂര്യ ഉണ്ടോ? ദീപ്തി. എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, എക്സാമ്പിൾ വരുന്നത് പാലിയേറ്റീവ് കെയർ, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. മെഡിക്കൽ ക്യാമ്പ്സിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മെഡിക്കൽ ക്യാമ്പ്സിന്റെ നമ്മള് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിപ്പം നേത്രരോഗങ്ങൾക്ക്. ഓക്കെ മോളെ. നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോണേ കേട്ടോ. 3rd ചാപ്റ്റർ കഴിഞ്ഞു, ഹെൽത്ത് കെയർ സിസ്റ്റം കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോണ ചാപ്റ്റർ ആണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ചാപ്റ്റർ 22 റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. ചാപ്റ്റർ ഉണ്ടല്ലോ ആരുടെ കയ്യിൽ? PDF ഉണ്ടോ? PDF ഉണ്ടോ? ഓക്കെ. ചാപ്റ്റർ തുടങ്ങാട്ടോ നമുക്ക്. ഓൾ മ്യൂട്ട് കൊടുക്കണേ മിസ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. Radiology and imaging service. Radiology department is an essential part of any hospital. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? അറിയോ ആർക്കെങ്കിലും? റേഡിയോളജി എന്ന് പറഞ്ഞാല്? എക്സ്റേസ്, സ്കാനുകളൊക്കെ നമ്മൾ എടുക്കില്ലേ? ആ ഡിപ്പാർട്ട്മെന്റ്സിനെ പറയുന്നതാണ് റേഡിയോളജി കേട്ടോ. ഓക്കെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് എന്ത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? എസെൻഷ്യൽ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആരുടെ? ഹോസ്പിറ്റലിന്റെ. റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് by using imaging technologies.
റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിസിന്റെ ഒരു ശാഖയാണ്. എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മെഡിസിന്റെ ഒരു ശാഖയാണ്. ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ്. അണ്ടർലൈൻ ചെയ്തോളൂ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റേഡിയോളജി എന്ന് പറഞ്ഞാല്? എന്താണ്? മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ്, ശാഖയാണ്. ദാറ്റ് ഡീൽസ് വിത്ത് radiant energy in the diagnosis and treatment of diseases in using imaging technologies. Imaging technologies എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഇമേജിംഗ് ടെക്നോളജീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇമേജിംഗ് ടെക്നോളജീസ് നേരത്തെ പറഞ്ഞത് തന്നെ. സ്കാനുകള്, എക്സ്റേസ് ഒക്കെ. അപ്പൊ എന്താണ്? ഇമേജിംഗ് ടെക്നോളജീസിലൂടെ എന്താണ്? റേഡിയന്റ് എനർജി, റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന. റേഡിയന്റ് എനർജി എന്ന് പറഞ്ഞാല് റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന. റേഡിയന്റ് എനർജി മീൻസ് റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന. അപ്പോ ഈ സ്കാൻ ടെക്നോളജീസ് അല്ലെ, അല്ലെങ്കിൽ സ്കാൻ അല്ല, ഇമേജിംഗ് ടെക്നോളജീസ്, അതായത് സ്കാനുകൾ, MRI സ്കാൻ, CT സ്കാൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സ്കാനുകള്, എക്സ്റേസിനൊക്കെ ഉദാഹരണം. ഇതാണ് ഇമേജിംഗ് ടെക്നോളജിക്ക് ഉദാഹരണം കേട്ടോ. അപ്പൊ ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ്? ഒരാളുടെ ബോഡിയിലെ ഇന്റേണൽ പാർട്സിന്റെ എന്തെടുക്കുന്നു? ഇമേജസുകൾ എടുക്കുന്നു അല്ലെ. അങ്ങനെ ഇമേജസുകൾ എടുത്ത് അയാൾക്കുള്ള എന്തൊക്കെ ഡിസീസസ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ പിന്നെ അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റും ഇങ്ങനെ ഇമേജസുകൾ എടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇമേജിംഗ് ടെക്നോളജീസിന് എക്സാമ്പിളുകളാണ് എന്തൊക്കെ? CT സ്കാൻ, എക്സ്റേ, പിന്നെന്താണ് MRI, അതുപോലെയുള്ള ആ ടെക്നോളജീസ് ആണ് ഇമേജിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? രോഗികൾക്കുള്ള ഡിസീസസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റേഡിയോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് റേഡിയോളജിസ്റ്റുകൾ. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആ ടെക്നീഷ്യൻസിനെ, ഇങ്ങനെ ഇമേജുകൾ എടുക്കാൻ സഹായിക്കുന്ന ആ ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് റേഡിയോളജിസ്റ്റുകൾ. ഓക്കെ. അപ്പൊ എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. പിന്നെ എന്താണ്? ഇതൊരു ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ് അല്ലെ. മെഡിസിന്റെ ഒരു ശാഖയാണ്. റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് ഒരു മനുഷ്യന്റെ ബോഡി പാർട്സുകള്, ഇമേജുകൾ എടുക്കുന്നു അല്ലെ. ഈ തരംഗങ്ങൾ പുറപ്പെടുവിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആന്തരിക അവയവങ്ങളുടെ ഇമേജുകൾ എടുത്ത് ആൾക്കുള്ള ഡിസീസിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ദൗത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ആ ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് റേഡിയോളജിസ്റ്റുകൾ. ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെഡിക്കൽ ഇമേജിംഗ് ഈസ് ദ വിഷ്വലൈസിംഗ് ഓഫ് ബോഡി പാർട്സ്, ടിഷ്യൂസ്, ഓർഗൻസ് ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസസ് മോണിറ്ററിംഗ്. എന്താണ് വിഷ്വലൈസിംഗ് എന്ന് പറഞ്ഞാല്? വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അതന്നെ അല്ലെ, കാണുന്ന അല്ലെ, അല്ലെങ്കിൽ എന്താണ്? പ്രദർശിപ്പിക്കുന്ന. ഓക്കെ. അപ്പൊ എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാല്? ദൃശ്യവൽക്കരണം. അപ്പോ മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷ്വലൈസേഷൻ ആണ്. എന്തിന്റെയൊക്കെ? ബോഡി പാർട്സിന്റെ. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂ കല. വെരി ഗുഡ്. കല അല്ലെങ്കിൽ കോശം എന്ന് പറയാം കേട്ടോ. ശരിയാണ് കേട്ടോ. എല്ലാവരും കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നു. ടിഷ്യൂസ് എന്ന് പറഞ്ഞാല് കല അല്ലെങ്കിൽ കോശം. ഓർഗൻസ് അറിയാലോ. ഓർഗൻസ് എന്താ? അവയവം. ശരിയാണ് കേട്ടോ. അതുല്യ കറക്റ്റ് ആണ്. അപ്പൊ ഓർഗൻസ് എന്ന് പറഞ്ഞാല് അവയവം.
അറിയാത്തവര് എഴുതി വെക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വലൈസേഷൻ ആണ്, ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെയൊക്കെ? ബോഡി പാർട്സിന്റെ, ടിഷ്യൂസിന്റെ, കലകളുടെ അല്ലെങ്കിൽ കോശത്തിന്റെ, പിന്നെന്താണ് അവയവങ്ങളുടെ. ആൻഡ് യൂസിങ് എന്താണ്? മെഡിക്കൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസസ് മോണിറ്ററിംഗ്. ഈ ബോഡി പാർട്സിന്റെ ചിത്രങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ആൾക്കുണ്ടാവുന്ന രോഗത്തെ നിർണയിക്കുന്നു. അതുപോലെ ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ എന്താണ്? രോഗത്തെ നിരീക്ഷിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൂടെ നടക്കുന്നത് എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് ആണ് അല്ലെ, ഒരു വിഷ്വലൈസിംഗ് ആണ്. ബോഡി പാർട്സിന്റെയോ അതുപോലെ കലകളുടെയോ അല്ലെങ്കിൽ കോശങ്ങളുടെയോ പിന്നെ അവയവങ്ങളുടെ എല്ലാം എന്ത് ചെയ്യുന്നു? ഇമേജസ് എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് നിർണ്ണയിക്കാനും അതിന് വെച്ച് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും പിന്നെ രോഗത്തെ നിരീക്ഷിക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ പാരഗ്രാഫ് മനസ്സിലായില്ലേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഇതിന്റെ ഹോസ്പിറ്റലിന്റെ. ഇനി റേഡിയോളജി എന്ന് പറഞ്ഞാല് ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ആണ്. പിന്നെന്താ പറഞ്ഞത്? റേഡിയോ തരംഗങ്ങള് പുറപ്പെടുവിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇമേജസ് എടുക്കുന്നു അല്ലെ. ഒരാളുടെ ബോഡിയിലെ, ഹ്യൂമൻ ബോഡിയിലെ പാർട്സിന്റെ ഇമേജുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? രോഗം നിർണയത്തിനും അതിനുള്ള ട്രീറ്റ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? ഇതൊരു വിഷ്വലൈസിംഗ് ആണ്, ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെ? ബോഡി പാർട്സിന്റെയും ടിഷ്യൂസിന്റെയും കലകളുടെയും പിന്നെന്താണ്? അവയവങ്ങളുടെ എല്ലാം ഒരു ദൃശ്യവൽക്കരണമാണ്. ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇമേജുകൾ എടുത്തിട്ട് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും രോഗം നിർണയിക്കുന്നതിനും വേണ്ടിയിട്ട് പിന്നെ എന്താണ്? ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനും പിന്നെ ഡിസീസസിനെ മോണിറ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ പോയിന്റ്? പാരഗ്രാഫ് മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നീ പറയണോ മിസ്? ഓക്കെ. The term imaging അവിടെ incorporates എന്നാക്കാം കേട്ടോ. The term imaging incorporates. കമന്റ് ബോക്സിൽ ഇട്ട് തരാം കേട്ടോ. പീക്ക് പകരം മിസ് ഓടിച്ചു പോയി. അടിയിലിരിക്കാനായിട്ട് കറക്റ്റ് സ്പെല്ലിങ് അടിച്ചപ്പോ തെറ്റിപ്പോയതാ കേട്ടോ. The term incorporates. The term imaging incorporates of the following. എന്താണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്? എന്താണ്? ഇമേജിംഗ് ടെക്നോളജീസ് ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് എക്സ്റേ. X-ray is a rapid pain relief procedure that is done to create images of the structures within the body, particularly the bones. എന്താണ് പറയുന്നത്? റാപ്പിഡിന്റെ അർത്ഥം എന്താ? റാപ്പിഡ് എന്ന് പറഞ്ഞാല് അതിവേഗം. ഓക്കെ, എന്താണ്? അപ്പൊ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? റിസൾട്ട് കിട്ടുന്നു അല്ലെ. എക്സ്റേ എടുത്തിട്ടുള്ളവരുണ്ടോ?
റിസൾട്ട് എങ്ങനെയാണ് കിട്ടുക? പെട്ടെന്ന് കിട്ടുമല്ലേ നമുക്ക് റിസൾട്ട്. അതാണ് പറയണത് എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? അതിന്റെ റിസൾട്ട് കിട്ടുന്നു. പിന്നെ എന്താ പറയണേ? പെയിൻ ഫ്രീ പ്രൊസീജിയർ. എന്താണ്? അവര് വേദനിപ്പിച്ചിട്ടാണോ നമ്മൾ എക്സ്റേ എടുക്കുന്നത് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ ചെയ്യുന്നത്? വേദന എടുക്കാറുണ്ടോ ചെയ്യുമ്പോ? ഇല്ല. അപ്പൊ അതാണ് പറയണത് പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? പെയിൻ ഫ്രീ ആണ്, പെയിൻ ഇല്ലാതെയാണ് അവര് എക്സ്റേ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി. പെക്യുലർലി എന്ന് പറഞ്ഞാൽ എന്താ? പെക്യുലർലി പ്രത്യേകിച്ച് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അല്ലെ? എക്സ്റേ ഒക്കെ സാധാരണ നമ്മൾ എന്താണ് എടുക്കുന്നത്? എന്തിനാണ് എടുക്കുന്നത്? പോൺസിന് അല്ലെ, എല്ലുകൾക്കൊക്കെയാണ് നമ്മൾ എന്തെടുക്കുക? എക്സ്റേ എടുക്കുക അല്ലെ. എന്താണ് ഇതിൽ പറയുന്നത്? ബോഡിയുടെ ഫുൾ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ബോഡിയിൽ എന്തുണ്ട്? എക്സ്റേ എടുക്കും. ബോഡി മുഴുവനായിട്ട് എടുക്കും. പ്രത്യേകിച്ച് എങ്ങനെയാണ്? ബോൺസിനാണ് എടുക്കുന്നത് അല്ലെ. ബോൺസുകൾക്കാണ് അല്ലെങ്കിൽ എല്ലുകൾക്കാണ് എക്സ്റേ എടുക്കുന്നത്. അപ്പോ എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാപ്പിഡ് ആണ്, റാപ്പിഡ് റിസൾട്ട് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ്? പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. അടിയിൽ വരയ്ക്കണം കേട്ടോ. 2-3 പ്രാവശ്യം പറയണത് നിങ്ങൾക്ക് തലയിലോട്ട് കയറാൻ വേണ്ടിയിട്ടും അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. അപ്പൊ അടിയിൽ വരച്ചിടാം PDF ഉള്ളവര്. ഓക്കെ, അപ്പൊ എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് റിസൾട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. മെയിൻ ആയിട്ട് എന്താണ് ഇതിനകത്ത് എടുക്കുന്നത്? അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്താണ്? ബോണുകൾക്കാണ്, എല്ലുകൾക്കാണ് എക്സ്റേസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ ആണോ? ഇനി പറയണോ? ഓക്കെ അല്ലേ? വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇനി അൾട്രാസൗണ്ട്. അടുത്ത ഇമേജിംഗ് ടെക്നോളജിയാണ് ഇത് അൾട്രാസൗണ്ട്. ഹൈ frequency sound wave make images of soft tissues and internal organs. Non-invasive procedure, safe to observe fetus. പിന്നെ അവിടെ എന്താണ്? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് കമന്റ് ഇട്ട് തരാം കേട്ടോ. അൾട്രാസൗണ്ട് മിഷന്റെ പേരാണ്, അടിച്ചു തരാം. ട്രാൻസ്ഡ്യൂസർ കേസ് എന്നാക്കണം കേട്ടോ അവിടെ. ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. എല്ലാവർക്കും കിട്ടിയോ? ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. എഴുതിയോ എല്ലാവരും? അപ്പൊ എന്താണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്? എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജുകൾ എടുക്കുന്നത്. കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ, കണ്ടില്ലേ സ്പെല്ലിങ്? ട്രാൻസ്ഡ്യൂസർ കേസ്. ഓക്കെ, അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇമേജുകൾ എടുക്കുന്നത്. എന്തിന്റെയൊക്കെ ഇമേജുകൾ എടുക്കുന്നത്? സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കലകളുടെ. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റേണൽ ഓർഗൻസ്, ഇന്റേണൽ ആന്തരിക അവയവം. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ബോഡിയുടെ ഉള്ളിലുള്ള അവയവങ്ങളുടെ ഒക്കെ എന്തെടുക്കുന്നു? ഇമേജുകൾ എടുക്കുന്നു അല്ലെ. അപ്പൊ എന്താണ്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ് ടിഷ്യൂസിന്റെയും ഇന്റേണൽ ഓർഗൻസിന്റെയും എന്താണ്? ആന്തരിക അവയവങ്ങളുടെയും ഇമേജുകള്, ചിത്രങ്ങള് എടുക്കുന്നത്. എന്തില്? അൾട്രാസൗണ്ടില് കേട്ടോ.
ഇനി നോൺ ഇൻവാസീവ് എന്താണ് പറയുന്നത്? വേദനിപ്പിച്ചിട്ടാണോ അവരെടുക്കാറ്? വേദന എടുക്കാറുണ്ടോ? പ്രഗ്നൻസി ടൈമിലൊക്കെ ഇല്ല. പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾക്ക് എന്താണ് സ്കാനുകൾ ഉണ്ടാവും അല്ലെ? അതെന്താണ് ചെയ്യാ അവര്? ഒരു ജെല്ല് പരട്ടിയിട്ട് ആ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മിഷീൻ എന്ന് പറയുന്നത്, അൾട്രാസൗണ്ട് ചെയ്യുന്ന ആ മിഷീൻ എന്ന് പറയുന്നത്. ആ മിഷീൻ വെച്ചിട്ട് ഇങ്ങനെ തെന്നി മായ്ക്കൂലേ? അമ്മമാർക്ക് അറിയാൻ പറ്റും. പ്രഗ്നൻസി ടൈമിൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ്? കുട്ടിയുടെ വെയിറ്റ് എത്രയുണ്ട്, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹാർട്ട് ബീറ്റ് എത്രയുണ്ട്, കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റും. അതാണ് അൾട്രാസൗണ്ടിൽ ചെയ്യണത് കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ അത് ചെയ്യുമ്പോ വേദന എടുക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് പറയണത് നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ്. വേദനിപ്പിച്ചിട്ടല്ല ചെയ്യാറ്. ഓക്കെ. ആൻഡ് എന്താണ്? ഇതൊരു സേഫ് ആണ്, സേഫ് പ്രൊസീജിയർ ആണ്. പിന്നെന്താണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? പാറ്റൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രൂണോട്ടം. ഭ്രൂണത്തിനെയാണ് ഭ്രൂണം കുട്ടിയുടെ പൊസിഷൻ അറിയാനായിട്ട് ഒക്കെ ആയിട്ടാണ് ഈ അൾട്രാസൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. ട്രാൻസ്ഡ്യൂസർ കേസ് ഓവർ സ്കിൻ വിത്ത് കണ്ടക്ടിങ് ജെൽ. എന്താണ്? ഈ മിഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നവര്? ഈ ജെല്ല് പരട്ടും. ഈ ജെല്ല് പരട്ടിയിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് അൾട്രാസൗണ്ടിൽ എന്താണ് ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇമേജുകൾ എടുക്കുന്നത്. എന്തിന്റെ ഇമേജുകളാണ്? സോഫ്റ്റ് ടിഷ്യൂസിന്റെയും അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിന്റെയും. പിന്നെന്താ പറയുന്നത്? നോൺ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അല്ലെ? മുറിവുകളോ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടോ ഒന്നുമല്ല ഇത് ചെയ്യാറ്. വേദനകളും നമുക്ക് എടുക്കാറില്ല ചെയ്യുമ്പോൾ. എന്താണ്? അതൊരു സേഫ് പ്രൊസീജിയർ ആണ്. ഭ്രൂണത്തിന്റെ എന്താണ് പൊസിഷൻ അറിയാൻ അല്ലെ? കുട്ടികളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഈ മിഷൻ ഉപയോഗിച്ചിട്ട് അല്ലെ? അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞ അൾട്രാസൗണ്ട് മിഷൻ ആണ്. മിഷൻ ഉപയോഗിച്ചിട്ട് സ്കിന്നിന്റെ പുറത്ത് ജെല്ല് പരട്ടിയിട്ടാണ് ഇത് ചെയ്യാറ്. ഓക്കെ. ഓക്കെ ആണോ? എക്സ്റേയും അൾട്രാസൗണ്ട് മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. 2 മിനിറ്റ് അത് രണ്ടും ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്തത് പറയുമ്പോ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് കേട്ടോ. വായിച്ചു നോക്കട്ടോ. വായിച്ചു നോക്കിയാ? സംശയം വല്ലതും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി പറയണോ എന്തെങ്കിലും മിസ്? നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ആ പ്രൊസീജിയർ ചെയ്യുന്നത്. മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ആ പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്കാൻ പറയട്ടെ? ഓക്കെ. എക്സ്റേ പറയണോ? എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ റിസൾട്ട് നമ്മൾക്ക് പെട്ടെന്ന് അല്ലെ? റാപ്പിഡ് ആയിട്ട് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ എന്താണ്? പെയിൻ ഫ്രീ ആണ്. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. വേദന ഒന്നും എത്തിച്ചിട്ടല്ല അവർ ചെയ്യാറ്. വേദനകളൊന്നും ഉണ്ടാവാറില്ല ആ പ്രൊസീജിയർ ചെയ്യുമ്പോ. പിന്നെന്താണ്? ഇത് മെയിൻ ആയിട്ടും ചെയ്യുന്നത് എന്താണ്?
ബോൺസ്, എല്ലിനാണ് എക്സ്റേ ഒക്കെ നമ്മൾ എടുക്കാറ്. ഓക്കെ. ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അൾട്രാസൗണ്ട് മെഷീനെ പറയുന്ന പേരാണ്. ഗർഭിണിയായിരിക്കുമ്പോ സ്കാൻ ചെയ്യുമ്പോ ആ മിഷൻ വെച്ചിട്ട് ഇങ്ങനെ തെന്നിക്കില്ലേ ജെല്ല് വരട്ടിയിട്ട്, ആ മിഷനെ പറയുന്നതാണ് ട്രാൻസ്ഡ്യൂസർ കേസ്. ഓക്കെ. ഇനി അടുത്തതാണ് CT സ്കാൻ. A CT scan, known in the name of the computed tomography scan, made of computed process blended of many X-ray measurements. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഡയൽഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അവിടെ എഴുതാം ടേക്കൺ ഫ്രം. ടേക്കൺ ഫ്രം. Taken from. Many X-ray measurements taken from different angles. മനസ്സിലായോ എവിടെ എഴുതണ്ടേന്നുള്ളത്? ഓക്കെ. Many X-ray measurement taken from different angles. Okay. Different angles to generate cross-sectional images of specific areas of the object, allowing the user to see inside the object without cutting. അപ്പൊ എന്താണ് CT സ്കാനിൽ പറയുന്നത്? CT സ്കാനിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ്. എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ്. CT സ്കാനിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. CT സ്കാനിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഏതാണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റ ആയിരിക്കും നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ CT സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റ ആയിരിക്കും. ഇതെന്താണ്? എക്സ്റേ പോലെ തന്നെ സെയിം തന്നെയാണ്. പക്ഷേ എക്സ്റേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ ഇമേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മനസ്സിലായോ? ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ എന്താണ് എക്സ്റേസിൽ വരുന്നത്? എന്താണ്? ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് ഇമേജുകൾ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ CT സ്കാൻ വന്നപ്പോ പണ്ട് കാലങ്ങളിൽ എന്താണ് എക്സ്റേ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് എന്ത് ചെയ്തത്? പിന്നീടാണ് കുറെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഒക്കെ വന്നിട്ട് CT സ്കാൻ വന്നത്. അപ്പോ ഈ CT സ്കാൻ എന്ന് പറയുന്നത് എക്സ്റേ പോലെ തന്നെയാണ്. പക്ഷേ എന്താണ് 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊസീജിയർ നടക്കുന്നത്. മനസ്സിലായോ? എക്സ്റേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് ഇമേജുകൾ കിട്ടുള്ളൂ. ഇപ്പൊ ചെസ്റ്റിന്റെ ആണെങ്കിൽ എന്താണ്? ഇങ്ങനെ അതിന്റെ മിഷൻ വെച്ചിട്ട് നമുക്ക് ചെസ്റ്റിന്റെ മാത്രം കിട്ടുള്ളൂ. ചെസ്റ്റിന്റെ മാത്രം ഇമേജുകൾ കിട്ടുള്ളൂ. ഒരു ആംഗിളിൽ നിന്നുള്ള പൊസിഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പല ആംഗിളിൽ നിന്ന് കിട്ടും. 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്തിട്ടാണ് അതിന്റെ പ്രൊസീജിയർ നടക്കുന്നത്. ഓക്കെ. അപ്പോ 360 ഡിഗ്രി റൊട്ടേഷൻ ചെയ്തിട്ട് അതിന്റെ പ്രൊസീജിയർ നടക്കുമ്പോൾ പല ആംഗിളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഇമേജുകൾ കിട്ടുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ CT സ്കാനിന്റെ ഇമേജുകള്? എക്സ്റേ പോലെ സെയിം ആണോ? അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? വീട്ടിൽ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ CT സ്കാൻ? ഓക്കെ. അപ്പൊ എന്താണ് എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ. കാണാത്തവര് ഇനി അപ്പോ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരാംഗിളിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുള്ളൂ. എന്ത്? ഇമേജുകൾ കിട്ടുള്ളൂ. പക്ഷേ CT സ്കാൻ എന്താണ്? 360 ഡിഗ്രി റൊട്ടേഷനിലാണ് അതിന്റെ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോ പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ നമ്മൾക്ക് കിട്ടുന്നു.
അതെന്താണ് ടെക്നോളജീസ് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയി. ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ എന്താണ് ആളുടെ എല്ലാ രോഗങ്ങളും ഒന്നുകൂടി കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോ എന്താണ് എക്സ്റേസ് ഒക്കെ എടുക്കണം എങ്ങനെയാണ്? ഇപ്പൊ ഒരാൾ വീണു, കൈ ഒടിഞ്ഞു, അപ്പൊ ആൾക്ക് നീരും ഇതൊക്കെ വന്നു. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോകും അല്ലെ? അപ്പൊ ഡോക്ടർ പറയും എക്സ്റേ എടുത്തെന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് എക്സ്റേ എടുക്കുമ്പോഴല്ലേ അതിനകത്തുള്ള കാര്യങ്ങൾ പൊടിഞ്ഞതാണോ ചതവുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്താണ് കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ CT സ്കാനിലൂടെ കൂടുതൽ ആഴത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നു. മനസ്സിലായോ? CT സ്കാനും എക്സ്റേസും തമ്മിലുള്ള വ്യത്യാസം? ഇനി എന്താണ് CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത്രയും കൂടി ക്വാളിറ്റി കോസ്റ്റ് കാശ് കൂടുതലാണ് അല്ലെ? പിന്നെ എക്സ്റേക്ക് അത്രയും കുറവായിരിക്കും. CT സ്കാനെക്കാട്ടിയും കുറവായിരിക്കും കാശ്, കോസ്റ്റ് കുറവായിരിക്കും. അതുകൂടി ഒന്ന് എഴുതി വെക്കണേ. ഒന്നുകൂടിയും പറയാം. CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? CT സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്നാണ് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടഡ് പ്രോസസ്ഡ് ഡാറ്റയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി എക്സ്റേ ആൻഡ് CT സ്കാൻ എന്ന് പറഞ്ഞാല് സെയിം ആണ്. പക്ഷെ എന്താണ് എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജ് കിട്ടുന്നത് വൺ ആംഗിളിൽ നിന്നായിരിക്കും. പക്ഷേ CT സ്കാനിൽ എങ്ങനെയാണ്? 360 ഡിഗ്രി റൊട്ടേഷനിലാണ് അതിന്റെ പ്രൊസീജിയർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകൾ നമുക്ക് ലഭിക്കും. അപ്പൊ എന്താണ് CT സ്കാൻ ആണ് ഒന്നുകൂടി നല്ലത് അല്ലെ? ഒന്നുകൂടി എന്താണ് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾക്ക് എന്താണ് ആളുടെ രോഗം കണ്ടെത്താനായിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. CT സ്കാൻ എന്താണ് കോസ്റ്റ് ഹൈ ആയിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ലോ ആയിരിക്കും. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാവരും? അടുത്തത് പറയട്ടെ മിസ്. ക്ലിയർ ആയോ ഈ മൂന്നെണ്ണം? എക്സ്റേയും അൾട്രാസൗണ്ടും CT സ്കാനും. സൗമ്യയുടെ കഴിഞ്ഞിട്ടില്ലേ? സൗമ്യക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? MRI കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് ആദ്യം കൂടി ഒന്ന് പറയാം, തുടക്കം മുതൽ ഒന്ന് പറയാം. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആവും എല്ലാവരും. ഓക്കെ, MRI എന്താണ്? MRIയുടെ ഫുൾ ഫോം? MRI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് ഫുൾ ഫോം MRI? അറിയോ? ആർക്കെങ്കിലും അറിയോ? ഇല്ല. MRI എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് എഴുതി വെച്ചോട്ടാ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. magnetic resonance image. ഇമേജിലൂടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ കേട്ടോ, അടിച്ചപ്പോ തെറ്റിപ്പോയതാണ്. അടിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ.
magnetic resonance image. MRI പറയട്ടെ. MRI, magnetic resonance image. Strong magnetic fields and radio waves are used to view structure and create three-dimensional image. Shows blood clot image, damage, torn ligaments and tendons, other soft tissue abnormality, invasive. Invasive അവിടെ non-invasive എന്നാക്കാം. Non-invasive. NON. Non-invasive എന്നാക്കാം കേട്ടോ. അപ്പോ MRI എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോം മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് റേഡിയോ വേവ്സ് അല്ലെ. സോ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പ്രൊസീജിയർ നടത്തുന്നു. ഇത് ഇമേജുകൾ എടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ് നടത്തുന്നത്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സുകൾ യൂസ് ചെയ്തുകൊണ്ട്. ഇതിന്റെ ഇമേജ് എന്തായിരിക്കും എന്ന് പറയുന്നത്? 3-dimensional. എന്താ 3-dimensional എന്ന് പറഞ്ഞാല്? 3D എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 3D ഇമേജുകളായിരിക്കും, അല്ലെങ്കിൽ ത്രിമാന ചിത്രങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് റേഡിയോ വേവ്സുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ചിത്രങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇതിന് പ്രൊവൈഡ് ചെയ്യുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമേജുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3-dimensional ആയിരിക്കും, അല്ലെങ്കിൽ 3D ഇമേജുകൾ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ക്ലോട്ട് ഡാമേജസ് അല്ലെ. ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ എല്ലാവർക്കും? ബ്ലഡ് ക്ലോട്ട് ആവുന്നത് അറിയാലോ? എന്താ ബ്ലഡ് ക്ലോട്ട് ആവാന്ന് പറഞ്ഞാല്? രക്തം കട്ട പിടിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചേ എന്താ മിസ് ബ്ലഡ് ക്ലോട്ട് എന്ന്, മിസ് ചോദിച്ചത്. ഓക്കെ, അപ്പോ എന്താണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നതിനുള്ള ഡാമേജസ് കണ്ടുപിടിക്കാനായിട്ട്. പിന്നെന്താ? ടോൺ ലിഗ്മെന്റ്സ്. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് രണ്ട് എല്ലുകളെ അല്ലെങ്കിൽ ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന. ഇനി ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസിനെയും പിന്നെന്താണ് ബോൺസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ടെൻഡൻസ് എന്ന് പറഞ്ഞാല് മസിൽസിനെയും ബോൺസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ലിഗ്മെന്റ്സ് എന്ന് പറഞ്ഞാല് രണ്ട് ബോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഇനി അതർ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റി. അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്ര പ്രതിഭാസം. വിചിത്ര പ്രതിഭാസം. സോഫ്റ്റ് ടിഷ്യൂകളിൽ എന്തെങ്കിലും വിചിത്രമായ പ്രതിഭാസം. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ക്യാൻസർ രോഗങ്ങള്, പിന്നെന്താണ് കഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്, തലച്ചോറിൽ ഉണ്ടാവുന്ന രോഗങ്ങള്, അതുപോലെ വയറിൽ ഉണ്ടാവുന്ന രോഗങ്ങള്, പിന്നെ സ്പൈനൽ കോഡിലെ ആ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന രോഗങ്ങള്, അവിടെ എന്തെങ്കിലും ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്. അപ്പൊ എന്തൊക്കെയാണ് ടിഷ്യൂ സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്യാൻസർ രോഗങ്ങള്, പിന്നെന്താണ് കഴുത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന രോഗങ്ങള്, തലച്ചോറിൽ ഉണ്ടാവുന്ന രോഗങ്ങള്, വയറിൽ ഉണ്ടാവുന്ന രോഗങ്ങള്, സ്പൈനൽ കോഡിൽ ഉണ്ടാവുന്ന രോഗങ്ങള്. അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെന്താണ് നോൺ ഇൻവാസീവ് ആണ്. മുറിവുകള് ഒക്കെ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണോ ഈ ഇമേജുകൾ എടുക്കുന്നത്? ആണോ? അല്ല, അതാണ് നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ എന്താണ് MRI എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് എന്നാണ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് യൂസ് ചെയ്ത് കൊണ്ടാണ് ഇമേജുകൾ എടുക്കുന്നത്. പിന്നെ എന്താണ് അതൊരു 3D ഇമേജ്, 3 ഡയമെൻഷണൽ ഇമേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നതിനുള്ള ഡാമേജുകൾ, അതുപോലെ ടെൻഡൻസിലും ലിഗ്മെന്റ്സിലും ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങള്, അതുപോലെ എന്താണ് സോഫ്റ്റ് ടിഷ്യൂലുള്ള അബ്നോർമാലിറ്റി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാനായിട്ട് രോഗികൾക്ക് കൊടുക്കാനായിട്ട് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ് നോൺ ഇൻവാസീവ് ആണ്. എന്താണ് മുറിവുകളൊന്നും ഉണ്ടാക്കിയിട്ടല്ല ഈ ഇമേജുകൾ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് MRI മനസ്സിലായോ? അടുത്ത പോർഷൻ എടുക്കട്ടെ മിസ്. ഓക്കെ, അടുത്ത പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. റേഡിയോളജിക്കൽ വർക്കിന്റെ ബേസിൽ ഉള്ള ക്ലാസിഫിക്കേഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. 3 ഡിഫറെന്റ് ഏരിയാസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. എന്താണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്താണെന്ന് നോക്കാം. എന്താണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? റേഡിയോളജിസ്റ്റ് ഓക്കെ ആണോ? ആരാണ് റേഡിയോളജിസ്റ്റ്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആരാണ് റേഡിയോളജിസ്റ്റ്? സ്റ്റാഫുകള് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ പറയുന്നതാണ് റേഡിയോളജിസ്റ്റ്. ഓക്കെ, ഇനി റേഡിയോളജിസ്റ്റ് എംപ്ലോയിങ് ഇമേജ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ടു ഐഡന്റിഫൈ ഡിസോർഡേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി. എന്താണ് റേഡിയോളജിസ്റ്റുകൾ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ. നമ്മൾ മുമ്പ് പറഞ്ഞ ഇമേജിംഗ് ടെക്നോളജീസ് ഒക്കെ അല്ലെ. എന്താണ് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. ഈ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ ഔട്ട് ദ ബോഡി അല്ലെ, ബോഡിയിലെ എന്ത് ചെയ്യുന്നു? ഡിസോർഡേഴ്സ്, രോഗങ്ങള് അല്ലെങ്കിൽ വൈകല്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്, ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ നെക്സ്റ്റ് പറയുമ്പോ കൺഫ്യൂഷൻ ആവാതിരിക്കാണ് പറയണത് കേട്ടോ. ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് റേഡിയോളജിസ്റ്റുകള് എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ത്രൂ ഔട്ട് ദ ബോഡിയിലെ ബോഡിയിലുള്ള എല്ലാ പാർട്സുകളും ചെക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? രോഗങ്ങള് ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, പിന്നെ എന്താണ് MRI സ്കാനുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബോഡിയിലുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ്, വൈകല്യങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഒക്കെ കണ്ടുപിടിക്കുന്നു. അതിനുള്ള ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയട്ടെ മിസ്. ഇന്റർവെൻഷണൽ റേഡിയോളജി പറയട്ടെ. ഓക്കെ, ഇനി അടുത്തതാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിംഗ്
minimally invasive interventional techniques, non-surgical treatment to diagnosis and treat patient. എന്താണ് പറയണത്? എന്താണ് മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാല്? ഇൻവാസീവ് എന്ന് പറഞ്ഞാല് ഇൻവാസീവ് ഇൻവാസീവ് നോൺ ഇൻവാസീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മുറിവുണ്ടാക്കാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവുണ്ടാക്കാതെ എന്ന് പറഞ്ഞാല് നോൺ ഇൻവാസീവ് ആണ്, മുറിവാണ് കേട്ടോ ഇത്. അപ്പൊ എന്താണ് മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും മുറിവുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? രോഗം ഡയഗ്നോസിസ് അല്ലെ, രോഗം നിർണയിച്ച് അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ പറയുന്നത് എന്താണ്? ചെറുതായിട്ട് എന്തെങ്കിലും മുറിവുകൾ ഇട്ടിട്ട്, മെയിൻ ആയിട്ട് കൈകളിൽ എന്ത് ചെയ്യുന്നു? കൈകളിലായിരിക്കും മുറിവുകൾ ഇടുന്നത്. അപ്പോ മിനിമലി ഇൻവാസീവ് എന്ന് പറഞ്ഞാല് അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം, തെറ്റിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാല് ചെറുതായിട്ട് മുറിവുകൾ ഇട്ട്, അത് ചെറുതായിട്ട് മുറിവുകൾ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ട്രീറ്റ്മെന്റ് അല്ലെ, ഡയഗ്നോസിസ് ചെയ്യുന്നു, അതുപോലെ ബെറ്റർ ട്രീറ്റ്മെന്റും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ പറഞ്ഞേക്കുന്നുണ്ടോ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്? സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റുകളല്ല ചെയ്യുന്നത് അല്ലെ, സർജറി പോലെയുള്ളതല്ല കൊടുക്കുന്നത്. ചെറുതായിട്ട് ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും മുറിവുകൾ ഇട്ടിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്? റേഡിയോളജി ഇമാജിനേഷൻ ചെയ്യുന്നത് അല്ലെ, ഇമാജിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് 4 തരത്തിലുള്ള പ്രൊസീജിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇമാജിൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി, ബയോപ്സി പ്രൊസീജിയർ. കേട്ടോ, അപ്പോ ഇമാജിൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈകളില്, ഞാൻ പറഞ്ഞില്ലേ, കൈകളിൽ എന്തെങ്കിലും ചെറിയ തരത്തില് മുറിവുകൾ ഇടും. ആ മുറിവില് എന്ത് ചെയ്യുന്നു? കത്തീറ്റർ എന്ന് പറഞ്ഞ ഇതിനെ കുറിച്ച് കേട്ടിരുന്നോ? കത്തീറ്റർ അറിയോ? ഒരു സ്മോൾ ടൈനി പ്ലാസ്റ്റിക് ട്യൂബാണ്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബിനെയാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഈ കത്തീറ്റർ എന്ത് ചെയ്യുന്നു? കയ്യില് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള മുറിവിട്ടിട്ട് ഈ കത്തീറ്റർ പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിടും. എന്തിലൂടെ കടത്തിവിടും? ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തധമനികളിൽ കൂടി കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിട്ട് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഞരമ്പുകളിൽ കൂടെ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലൂടെ കടത്തിവിട്ടിട്ട് ഹൃദയത്തിലെത്തുന്നു. ഹൃദയത്തിലെത്തുമ്പോ ഡയാലിസിസിന് വേണ്ടിയിട്ട് അല്ലെ, ഹൃദയത്തിൽ എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ എന്തെങ്കിലും രക്തക്കുഴലിന് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ എന്തെങ്കിലും ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വികസിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ആൻജിയോഗ്രഫിയിലൂടെ ചെയ്യുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? എന്താണ് അതിലൂടെ ചെയ്യുന്നത്? രക്തക്കുഴലുകളിലൂടെ അല്ലെങ്കിൽ രക്തധമനികളിലൂടെ ഈ കത്തീറ്റർ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ട്യൂബ്, അതൊരു സ്മോൾ ടൈനി ട്യൂബ് ആയിരിക്കും, പ്ലാസ്റ്റിക് ട്യൂബ് ആയിരിക്കും. ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു? കൈകളിലൂടെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള മുറിവുണ്ടാക്കിയിട്ട് കടത്തിവിടുന്നു. രക്തധമനികളിൽ കൂടെ കടത്തിവിട്ട് ഹൃദയത്തിൽ വരെ എത്തുന്നു. അങ്ങനെ കടത്തിവിട്ട് അപ്പോ അവിടെ എന്തെങ്കിലും രക്തക്കുഴലിന് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, ബ്ലോക്കുകളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ എന്താണ്? ഇത്ര വരെ മിസ് എടുക്കണുള്ളൂ കേട്ടോ. ഇന്ന് ഈ 2 പോയിന്റ് മാത്രം എടുക്കണുള്ളേ ക്ലാസിഫിക്കേഷനിൽ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സമയമായല്ലോ. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താണ് ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ പറഞ്ഞത്? എന്താണ് റേഡിയോളജിസ്റ്റുകള് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ, ഇങ്ങനത്തെ തരത്തിലുള്ള ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു രോഗിയുടെ ബോഡിയിലെ രോഗങ്ങളെ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. കണ്ടെത്ത മാത്രമാണ് ചെയ്യുന്നത്. അതിനുള്ള ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നുണ്ട്. അവിടെ മുറിവുകളോ ഒന്നും ഇടുന്നില്ല. ഓക്കെ,
ഇനി എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ എന്താ ചെയ്യുന്നത്? മിനിമലി ഇൻവേസീവ് അല്ലെ, ചെറിയ തരത്തിലുള്ള മുറിവുകൾ എന്തെങ്കിലും ഇട്ടിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്, ഈ റേഡിയോളജി ചെയ്യുന്നത്. അതുപോലെ എന്താണ് സർജിക്കൽ തരത്തിലുള്ളതല്ല അല്ലെ, ഭയങ്കര വലിയ സർജറി തരത്തിലുള്ള മുറിവുകളൊന്നുമല്ല, ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും മുറിവുകൾ ഇട്ടിട്ടാണ് രോഗിയുടെ ബെറ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതും അങ്ങനെ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിച്ചത് ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി. ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? രോഗിയുടെ കയ്യില് എന്തെങ്കിലും ചെറിയ തരത്തിൽ മുറിവിട്ടിട്ട് കത്തീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ടൈനി പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. ഈ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഈ മുറിവിലൂടെ രക്തധമനികളിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിട്ട് നമ്മുടെ ഹൃദയം വരെ എത്തും ആ ട്യൂബ്. അപ്പൊ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രക്തക്കുഴലുകളിലേക്ക് എന്തെങ്കിലും ഡാമേജോ അത് ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, അതുപോലെ എന്താണ് ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു, ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.